നമസ്കാരം, ഞാൻ ഹരിപ്രസാദ്, SKP അഗ്രോ ഫാം വാണിയംകുളം. നമ്മുടെ കൊളപ്പുള്ളി ഭാഗത്ത് ചെയ്തിട്ടുള്ളൊരു തോട്ടമാണിത്. മാവൻ തോട്ടമാണ്. അപ്രോച്ച് ഗ്രാഫ്റ്റ് മാവുകളാണ് ഇവിടെ നട്ടിട്ടുള്ളത് മുഴുവൻ. അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവിൻ്റെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന കമ്പിലേക്ക്, വലിയ കമ്പിലേക്ക് 5-6 അടി അല്ലെങ്കിൽ 4 അടിയൊക്കെ ഹൈറ്റുള്ള വലിയ കമ്പ് തന്നെ നേരിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വലിയ തൈകളാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഇത് 2024 ജൂലൈയിൽ നട്ടതാണ്. ഇപ്പോൾ ഇന്ന് 2026 ജൂൺ മാസം. അപ്പോഴേക്കും നമുക്ക് ഏകദേശം 2 വർഷം പ്രായമായ മാവുകളാണ്. ഇതിൻ്റെ കടവണ്ണം കണ്ടില്ലേ, നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത അത്രയും വലുപ്പമുള്ള കടവണ്ണായി. ഇത്ര വണ്ണം വെച്ചു. മാവുകൾ നട്ട ആദ്യത്തെ വർഷം തന്നെ ഇത് കായ്ച്ചു തുടങ്ങി. ഇതിലൊക്കെ ഇപ്പോൾ ഇതാ പൂ കണ്ടില്ലേ, കാലാപ്പാടി. ഇത് നല്ല കൊല കുത്തി കായ്ക്കുന്ന ഒരു ഇനാണ് കേട്ടോ ഈ കാലാപ്പാടി. ഇതിൽ മാങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇവിടെയൊക്കെ ഇതാ പൂത്തിട്ടുണ്ട് കണ്ടല്ലേ. ഇപ്പം മഴ സീസണായി, പൂക്കൾ പിടിക്കില്ല, എങ്കിലും ഇതിലൊക്കെ നിറച്ച് പൂ ഇടുന്നുണ്ടല്ലേ. വെറും 2 വർഷം പ്രായമായ മാവുകളാണ്. ഇതിലൊക്കെ മാങ്ങകൾ ഉണ്ടായി കഴിഞ്ഞു. ഇനി ഈ മഴക്കാലത്ത് ഇങ്ങനെ പൂക്കുന്നുണ്ട്, അത് പിടിക്കില്ല. എന്നാലും ഇനി വേനലാകുമ്പോഴേക്കും ഇനിയും പൂത്ത് കായ്ക്കും. നല്ല സൈസ് മാവുകളായി. ഇതാണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് മാവ് നട്ടാലുള്ള ഗുണം. പെട്ടെന്ന് കായ്ക്കും. ഇപ്പോൾ ഈ തോട്ടം ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രമ്മിൽ കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതുപോലെ അപ്രോച്ച് ഗ്രാഫ്റ്റ് തൈകൾ നടാവുന്നതാണ്. നമ്മളിവിടെ ഒരുപാട് ഇനങ്ങൾ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അൽഫോൺസോ, നടശാല, ഇതൊക്കെ അൽഫോൺസോ മാവാണ്. അൽഫോൺസോ ഉണ്ട്, നടശാലയുണ്ട്, പിന്നെ സിന്ദൂരം, ബംഗനപ്പള്ളി, മല്ലിക, ഹിമാപസന്ത്, കാലാപ്പാടി, ഇങ്ങനെയുള്ള ഇനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് കൂടുതൽ. പിന്നെ ഒരു 10-200 തൈകൾ നട്ടതിൽ ആകെ ഒരു 5 തൈയൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. അതിൽ പിന്നെ നമ്മൾ കാറ്റിമോൻ നടുകയാണ് ചെയ്തത്. അത് അപ്രോച്ച് ഗ്രാഫ്റ്റ് അല്ല, ആ പോയ കുഴിയിലേക്ക് പിന്നീട് കാറ്റിമോൻ നട്ടു. അതാണ് ഈ തോട്ടം. നമുക്ക് മല്ലിക മാവും ഒക്കെ ഒന്ന് കണ്ടുവരാം. ഇത് അൽഫോൺസാണ്. ആപ്പിൾ റുമാനി നട്ടിരുന്നു ഈ തോട്ടത്തിൽ കേട്ടോ. ആപ്പിൾ റുമാനിയാണ് ഏറ്റവും കൂടുതൽ കായ്ഫലം കിട്ടിയത്. ആപ്പിൾ റുമാനിയാണ് ഏറ്റവും പെട്ടെന്ന് കായ്ച്ചതും നല്ല രീതിയിൽ കായ്ഫലം കിട്ടിയത്. ആപ്പിൾ റുമാനിയാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ആപ്പിൾ റുമാനിക്ക് അധികം മധുരം ഉണ്ടാവാറില്ല, പുളി കലർന്നൊരു മധുരമായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മളെ അടുത്ത് ഉണ്ടായി നമ്മളത് മൂത്ത് പഴുത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇത് ഹിമാപസന്താണ്. നമ്മുടെ ആപ്പിൾ റുമാനി നമുക്കൊന്ന് കാണാം. ഇതാണ് ആപ്പിൾ റുമാനി. ഇതല്ലേ, ഈ കൊമ്പിലൊക്കെ മാങ്ങ ഉണ്ടായതായിരുന്നു. ഇതിലൊക്കെ നിലം മുട്ടി എങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടിയിരുന്നു. ഇതാണ് ആപ്പിൾ റുമാനി. നല്ല മാങ്ങയാണ്. പുല്ലൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമേ ഉള്ളൂ. അപ്പോഴേക്ക് മഴ കാരണം വീണ്ടും പുല്ല് മുളച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ 2 വർഷം പ്രായമായിട്ടുള്ള മാവുകളാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഉഷായി നിൽക്കുകയാണ്. അതിനിപ്പോൾ ഇതിനെ പ്രൂൺ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ വീണ്ടും ഇന്ന്. ഇപ്പോൾ മഴ കാരണം അധികം പ്രൂൺ ചെയ്യാൻ പറ്റിയില്ല. 1-2 മാവുകൾ ഒന്ന് പ്രൂൺ ചെയ്തിട്ടുണ്ട്, അതും കാണിച്ചു തരാം. നമ്മളിതാ ഈ മാവൊക്കെ, ഇത് ആപ്പിൾ റുമാനി മാവാണ്. ഇത്രയും ഇലകൾ തിങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വളരുന്ന കമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ അതിന് കൊമ്പുണക്കം വരാനുള്ള സാധ്യതയും, പിന്നെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം കായ്ഫലം കുറയും. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വളരുന്ന കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശിഖരങ്ങളൊക്കെ ഒരു കൊട രൂപത്തിൽ പുറത്തേക്ക് മാത്രം നിർത്തി ഉള്ളിലേക്കുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഒന്ന് പ്രൂൺ ചെയ്ത് സെറ്റാക്കാനുണ്ട്. അങ്ങനെ ഇത് അൽഫോൺസോ ആണ്. ഇതൊക്കെ ഹിമാപസന്താണ്. അല്ലേ, അടിപൊളി 2 വർഷമായ മാവാണ്. അതിൻ്റെ സൈസ് കണ്ടല്ലേ, കടവണ്ണം നല്ല കടവണ്ണം വന്നിരിക്കുന്നു. നമ്മൾ ആദ്യത്തെ ഒരു വർഷം ആ വേനലിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം.
രണ്ടാമത്തെ വർഷം പിന്നെ ഒരു എന്തെങ്കിലും ഉണക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, അതായത് തളിരിന് ചെറിയ വാട്ടം വരും, നല്ല കടുത്ത വേനലിൽ തളിരിന് വാട്ടം കണ്ടു കഴിഞ്ഞാൽ മാത്രം നനച്ചാൽ മതി. കാര്യമായ നന പിന്നീട് ആവശ്യമില്ല. പിന്നെ ആ ഡിസംബർ ജനുവരിയിലൊന്നും നനയ്ക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ആദ്യത്തെ ഒരു വർഷം നട്ട് വർഷം നനയ്ക്കണം, പിന്നത്തെ വർഷം തൊട്ട് ആ സമയത്ത് നന ആവശ്യമില്ല. അത് പൂക്കുന്ന ഒരു സമയമാണല്ലോ, അപ്പം നനയ്ക്കരുത്. പിന്നെ മാങ്ങയൊക്കെ ഉണ്ണിമാങ്ങ വിരിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ നനച്ചു കൊടുക്കാം. അതായത് തീരെ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നനച്ചു കൊടുക്കാം. ഇവിടെയൊക്കെ പിന്നെ കുറച്ച് അത്യാവശ്യം വെള്ളമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് കാര്യമായ നന ആവശ്യമില്ലാത്ത സ്ഥലങ്ങളാണിത്. ഇതൊക്കെ മല്ലികയാണ് കേട്ടോ, മല്ലിക. അവിടെ കുറച്ച് കാട് വെട്ടി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങോട്ട്. മല്ലികയാണ് കേട്ടോ, മല്ലിക. ഇതൊക്കെ മല്ലിക മാവാണ്. ഇതൊക്കെ കായ്ച്ചതാണ് കേട്ടോ. ആദ്യത്തെ ഒരു വർഷം, ആദ്യത്തെ വർഷം കായ്ച്ചില്ല, രണ്ടാമത്തെ വർഷം ഇതിലൊക്കെ മാങ്ങകളുണ്ടായി. അപ്പോൾ സീസണൊക്കെ കഴിഞ്ഞു. ഇത് സിന്ദൂര മാങ്ങയാണ്. ഇതിലല്ല മാങ്ങ ഉണ്ടായിട്ട് കവർ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവിടെ മാങ്ങ കിളി കൊത്താതിരിക്കാൻ വേണ്ടി കവർ കെട്ടിയതായിരുന്നു. മാങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അതൊക്കെ മാങ്ങയുണ്ടായി. ആപ്പിൾ റുമാനി മാങ്ങയാണ്. ഇതല്ലേ മാങ്ങ പൊട്ടിച്ച കമ്പാണിത്. ആപ്പിൾ റുമാനിയുടെ മാവാണ്. ഇതിലൊക്കെ മാങ്ങ ഉണ്ടായിരുന്നു. ഇതാ ഈ കമ്പിലൊക്കെയും നിറച്ച് മാങ്ങകളായിരുന്നു. ഇത് ബംഗനാപ്പള്ളിയാണ്. ഇതിപ്പോൾ പ്രൂണിങ് കഴിഞ്ഞിട്ടുള്ളൊരു മാവാണ്. പ്രൂൺ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഉള്ളിലേക്കുള്ള കമ്പുകൾ, താഴേക്ക് ഞാന്ന് നിലത്ത് മുട്ടിയിട്ടുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ, തായ്തടിയിലേക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന് തടമെടുത്ത് നമ്മൾ വളമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും. സൂപ്പർ മീലാണ് കാര്യമായിട്ട് നമ്മൾ വളമായി ചെയ്യുന്നത്. അപ്പോൾ ഇനി നല്ല രീതിയിൽ തളിർത്ത് അടിപൊളിയായി അടുത്ത സീസണിൽ ധാരാളം നമുക്ക് മാങ്ങകളും ഉണ്ടാവും. ഇങ്ങനെ ഈ തായ്തടിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഇതാണ് കാര്യമായിട്ട് നമ്മൾ പ്രൂണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ അടുത്തേക്കാണ്. ഇതൊക്കെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള കമ്പുകളായിരുന്നു. ഈ തായ്തടിയുടെ ഉള്ളിലേക്കുള്ള കമ്പുകളായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ, തായ്തടിയിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഉള്ളിലേക്ക് വന്ന കമ്പുകളൊക്കെയും കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇതൊക്കെ ഉണ്ടല്ലേ, ഈ കമ്പുകളൊക്കെ ഉള്ളിലേക്ക്, ഇതിൻ്റെ ഉള്ളിൽ സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലായിരുന്നു ഇലകൾ. പിന്നെ താഴേക്ക് ഞാന്ന് നിലത്ത് മുട്ടി നിൽക്കുന്ന കമ്പുകളുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒഴിവാക്കി. നിലത്തുനിന്ന് ഏകദേശം ഒരു 75 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ, ഒരു 3/4 മീറ്റർ അല്ലെ 1 മീറ്റർ വേണമെങ്കിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ 3/4 മീറ്റർ ഹൈറ്റ് വരെയെങ്കിലും കമ്പുകളൊന്നും ഇല്ലാതെ നിർത്തണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ തടമെടുക്കാനും വളം ചെയ്യാനൊക്കെയുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൈക്കോട്ടൊക്കെ കൊണ്ടുപോയി പണിയെടുക്കാനൊക്കെ പറ്റും. പിന്നെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം കിട്ടിയാൽ ഈ കൊമ്പുണക്കം പോലുള്ള അസുഖങ്ങൾ കുറയും. പിന്നെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടും. അതിനൊക്കെയാണ് ഇങ്ങനെ ക്രമീകരിക്കുന്നത്. ഈ കൊമ്പ് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ വലിയ മാവായി തോന്നുമെങ്കിലും കായ്ഫലം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഉള്ളിലേക്കുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി പുറത്തേക്ക് മാത്രം ശിഖരങ്ങൾ നിർത്തുക. ഇതിപ്പോൾ 4 ദിശയിലേക്കും പുറത്തേക്കാണ് ശിഖരങ്ങൾ. ആ മാവൊക്കെ പ്രൂൺ ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ശിഖരങ്ങൾ പുറത്തേക്കാണ്, ഉള്ളിലേക്കുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റി.
ഇതിൻ്റെയൊക്കെ ഇവിടെ നിന്നൊക്കെ കമ്പുകൾ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ അതിനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല വലിയ കമ്പ്, കരുത്തുള്ള കമ്പ് ഇവിടെ മൂടി നിൽക്കുമായിരുന്നു. അതിനെ കട്ട് ചെയ്തു. കുറച്ചും കൂടി താഴെ വെച്ച് തന്നെ കട്ട് ചെയ്യും. എന്നിട്ട് ഇതിലൊക്കെ COC തേച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് വളരുന്ന എല്ലാ കമ്പുകളും ഇപ്പോൾ കട്ട് ചെയ്തു. കന്ദനം പുറത്തേക്കാണ്, എല്ലാ ശിഖരങ്ങളും പുറത്തേക്ക് വേണം വളരാൻ. അപ്പോൾ ഇതിൻ്റെ കൊമ്പുണക്കം പോലുള്ള അസുഖങ്ങളും കുറയും. പിന്നെ നന്നായിട്ട് ഇനി വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ശിഖരങ്ങളുണ്ടായി അത് നല്ല തളിർപ്പൊക്കെ വന്ന് അടുത്ത സീസൺ ആകുമ്പോഴേക്കും എല്ലാറ്റിലും ധാരാളം മാങ്ങകളുണ്ടാവും. ഇവിടെ കുറച്ച് പാറക്കെട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ കുറച്ച് വളർച്ച കുറവാണ് മാവിന്. ഇത് കാലാപ്പാടിയാണ്. ഈ ഒരു മാവ് കുറച്ച് വളർച്ചയുണ്ട്, അങ്ങോട്ട് കുറച്ച് വളർച്ച കുറവാണ്. ഈ പാറയായതുകൊണ്ട് ഒരു വേരോടാനുള്ള വിഷമം കൊണ്ടായിരിക്കാം. ഇതുപോലെ അപ്രോച്ച് ഗ്രാഫ്റ്റ് തൈകൾ ആവശ്യമുണ്ട് വെച്ചാൽ എൻ്റെ നമ്പർ 97 44 85 97 26. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കത് കൊറിയർ വഴി അയച്ചു കൊടുക്കാം. അതുപോലെ കൂടുതൽ തൈ ആവശ്യമുണ്ട് വെച്ചാൽ എത്തിച്ചു കൊടുക്കാനും സാധിക്കും. ഇങ്ങനെ തോട്ടം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ട് വെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. തൈകൾ ആവശ്യമുണ്ടെങ്കിൽ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് ചന്ദ്രക്കാരൻ മാവാണ്, ചന്ദ്രക്കാരൻ.